കൊട്ടാരക്കര നീലേശ്വരത്ത് ബസ് സ്റ്റോപ്പിലേക്ക് ടിപ്പർ പാഞ്ഞു കയറി വലിയൊരു അപകടമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. സ്കൂളിലേക്ക് പോകാൻ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ ഇരിക്കുന്നതിനിടെയാണ് കുട്ടികളുടെ മുകളിലേക്ക് ലോറി പാഞ്ഞു കയറിയത്. അപകടത്തിൽപ്പെട്ട 5 വിദ്യാർത്ഥികളുടെ നില അതീവ ഗുരുതരമാണെന്നാണ് ഇപ്പോൾ അധികൃതർ അറിയിക്കുന്നത്. അപകടത്തിൽപ്പെട്ട വിദ്യാർത്ഥികളെയും നാട്ടുകാരും പോലീസും ചേർന്ന് ഉടനടി സമീപത്തുള്ള ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചു എന്നാണ് ലഭിക്കുന്ന വിവരം. 3 കുട്ടികൾ മരിച്ചു എന്ന ഒരു വിവരം ലഭിക്കുന്നുണ്ട്. പക്ഷേ അത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞാൽ മാത്രമേ ഇതിൽ എത്ര കുട്ടികൾ മരിച്ചിട്ടുണ്ട് എന്നത് ഒരു ഔദ്യോഗികമായ ഒരു കണക്ക് ലഭിക്കുകയുള്ളൂ. ഗുരുതരമായി പരിക്കേറ്റ കുട്ടികളെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു എന്ന വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. മണ്ണ് കയറ്റി വന്ന ടിപ്പർ ലോറിയാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. ഒരു ബൈക്കിൽ ഇടിച്ച ലോറി പിന്നീട് ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലേക്ക് മറിയുകയായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. ലോറിയിൽ ഉണ്ടായിരുന്ന മണ്ണ് റോഡിലേക്കും ബസ് സ്റ്റോപ്പിലേക്കും പൂർണ്ണമായി വീണതിനെ തുടർന്ന് വിദ്യാർത്ഥികൾ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നത്. മണ്ണ് കയറ്റി വന്ന വലിയ വാഹനം ബസ് സ്റ്റോപ്പിലേക്ക് പാഞ്ഞു കയറുകയായിരുന്നു എന്നാണ്. അപകട സമയത്ത് 7ഓളം കുട്ടികളും ഒരു മുതിർന്ന വ്യക്തിയും ബസ് സ്റ്റോപ്പിൽ ബസ് കാത്ത് നിൽക്കുന്നുണ്ടായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ ഇപ്പോൾ പറയുന്നത്. കൂടാതെ ടിപ്പർ അമിത വേഗതയിലാണ് വന്നത്. മണ്ണ് എല്ലാം തന്നെ വിദ്യാർത്ഥികളുടെയും അതോടൊപ്പം തന്നെ അവിടെ നിന്ന് മുതിർന്ന വ്യക്തിയുടെയും ദേഹത്തേക്ക് വീണു. ഉടനടി തന്നെ പോലീസും ഫയർഫോഴ്സും എത്തി. നാട്ടുകാർ ഉടനടി തന്നെ രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന ഒരു നീക്കത്തിലേക്ക് പോയി. മണ്ണ് മാന്തുന്ന യന്ത്രം ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ മണ്ണുകളെല്ലാം തന്നെ പൂർണ്ണമായി മാറ്റുന്നത്. ആ മണ്ണ് മാറ്റിക്കഴിഞ്ഞാൽ മാത്രമേ എത്ര പേർ അതിന്റെ അടിയിൽ കുടുങ്ങി കിടപ്പുണ്ട് എന്നൊരു വ്യക്തമായ ഒരു സൂചന ലഭിക്കുകയുള്ളൂ. അവിടെ ശരീരഭാഗങ്ങൾ, അതായത് 2 കൈകൾ അവിടെ ആ റോഡിൽ കിടക്കുന്നുണ്ട്. അതായത് 2 കൈകൾ റോഡിൽ കിടക്കുന്നുണ്ട് എന്ന് ഇപ്പോൾ ഒരു റിപ്പോർട്ട് ലഭിക്കുന്നുണ്ട്. കൂടാതെ ലോറി പൂർണ്ണമായും തകർന്ന നിലയിലാണ് എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. ലോറി മറിഞ്ഞതിനോടൊപ്പം അതിലുണ്ടായ വലിയ അളവിലുള്ള മണ്ണ് ബസ് സ്റ്റോപ്പിലേക്ക് വീണത് ദുരന്തത്തിന്റെ ആഘാതം വലിയ രീതിയിൽ വർദ്ധിപ്പിച്ചു എന്നതാണ് ലഭിക്കുന്ന വിവരം. കുട്ടികളിൽ പലരും മണലിനും ലോറിക്കും അടിയിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു എന്നതാണ് ലഭിക്കുന്ന വിവരം. നാട്ടുകാരാണ് ആദ്യം രക്ഷാപ്രവർത്തനം നടത്തിയത്. കുട്ടികളെ മണ്ണിനടിയിൽ നിന്നും ലോറിനടിയിൽ നിന്നും എടുത്ത് നേരെ അവിടെ വരുന്ന വണ്ടികളിലേക്ക് മോട്ടോർ റിക്ഷയിലും കയറ്റി തൊട്ടടുത്തുള്ള കൊട്ടാരക്കരയിൽ സമീപത്തുള്ള ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. രാവിലെ 7 മണിയോടെ നീലേശ്വരം മുക്കാലിമുക്കിലാണ് നാടിനെ നടുക്കിയ ഒരു അപകടമുണ്ടായത്. സ്കൂൾ സമയമായതിനാൽ ബസ് സ്റ്റോപ്പിൽ നിരവധി കുട്ടികൾ ബസ് കാത്തു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിനിടെയാണ് അമിത വേഗതയിൽ പാഞ്ഞെത്തിയ ടിപ്പർ ലോറി നിയന്ത്രണം നഷ്ടപ്പെട്ടുകൊണ്ട് ബസ് സ്റ്റോപ്പിലേക്ക് പാഞ്ഞു കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ സ്കൂൾ സമയത്ത് രാവിലെ 7 മണി മുതൽ ഒരു 8:30-9 മണി വരെ ഈ ടിപ്പർ ലോറികൾ ഒന്നും തന്നെ നഗരത്തിലേക്ക് ഓടാൻ പാടില്ല എന്നൊരു കർശനമായ നിർദ്ദേശം കേരള പോലീസ് സ്കൂൾ തുറന്നപ്പോൾ തന്നെ പുറത്തിറക്കിയതാണ്. പക്ഷെ അതിന്റെയൊക്കെ ഒരു ലംഘനം ആണ് ഇപ്പോൾ ഉണ്ടായത്. അതിരാവിലെയോട് കൂടി തന്നെ നഗരത്തിലെ പല ഭാഗങ്ങളിലേക്കും മണ്ണ് കയറ്റിക്കൊണ്ടുള്ള ടിപ്പർ ലോറി അമിത വേഗത്തിലേക്ക് പോകുന്ന സ്ഥിരം കാഴ്ചയുണ്ടായിരുന്നു. ഇടിയുടെ ആഹ്ലാദത്തിൽ കാത്തിരിപ്പ് കേന്ദ്രവും അതോടൊപ്പം തന്നെ ലോറിയും പൂർണ്ണമായി തകർന്നു. ഡ്രൈവർ ഉറങ്ങിയതാണോ അപകടത്തിന് ഒരു പ്രധാന കാരണം, അല്ലെങ്കിൽ വണ്ടിയുടെ, അതായത് ലോറിയിൽ എന്തെങ്കിലും തരത്തിലുള്ള ബ്രേക്ക് ഫെയിലിയർ ഉണ്ടായോ, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ടെക്നിക്കൽ പ്രശ്നമാണോ ഈ ഒരു അപകടം ഉണ്ടാകാനുള്ള ഒരു പ്രധാന കാരണം എന്നാണ് നിലവിൽ ഇപ്പോൾ അന്വേഷിക്കുന്നത്. എന്തായാലും നിലവിൽ ഇപ്പോൾ പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. എന്തായാലും മരണവിവരം എത്രയാണ് എന്ന് പലവരും പല നിർദ്ദേശങ്ങളാണ്, അല്ലെങ്കിൽ പല അഭിപ്രായങ്ങളാണ് പറയുന്നത്. DMO ഒരു അഭിപ്രായം പറയുന്നുണ്ട്. DMO പറയുന്നത് കുട്ടികളൊന്നും തന്നെ മരിച്ചിട്ടില്ല എന്ന് പറയുന്നു. പക്ഷേ നാട്ടുകാർ പറയുന്നു കുട്ടികൾ മരിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. പോലീസുകാർ പറയുന്നു ഇത്ര 3 കുട്ടികൾ മരിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. പക്ഷേ കൃത്യമായ ഒരു കണക്ക് എത്തണമെങ്കിൽ അല്പസമയത്തിനുള്ളിൽ അവിടെ ജില്ലാ കളക്ടർ എത്തും. കൂടാതെ ആശുപത്രിയിൽ കുട്ടികളെ പ്രവേശിപ്പിച്ചു കഴിഞ്ഞാൽ ആശുപത്രിയിൽ നിന്നുള്ള ഒരു ഔദ്യോഗികമായ ഒരു പ്രസ് റിലീസോ അല്ലെങ്കിൽ ഒരു കണക്കോ പുറത്തു വന്നതിന് ശേഷം മാത്രമേ ഈ മരിച്ചവരിൽ കുട്ടികൾ ഉൾപ്പെട്ടിട്ടുണ്ടോ, ഏതൊക്കെ കുട്ടികൾക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്, ഏതൊക്കെ കുട്ടികൾക്ക് നിസ്സാരമായി പരിക്കേറ്റിട്ടുണ്ട് എന്നൊരു വ്യക്തമായ ഒരു നിഗമനത്തിലേക്ക് നമുക്ക് കാര്യങ്ങൾ എത്താൻ സാധിക്കൂ. നിലവിൽ ഇപ്പോൾ പോലീസും ഫയർഫോഴ്സും കൂടെ അതീവ സാഹസികമായി ഒരു രക്ഷാപ്രവർത്തനം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപകടത്തിൽ 4 വിദ്യാർത്ഥികൾക്കും ഒരു മുതിർന്ന ആൾക്കുമാണ് പരിക്കേറ്റത്. കൂടാതെ അപകടം എങ്ങനെ നടന്നു എന്നത് അവിടെ ആർക്കും പറയാനായിട്ട് ഇപ്പോൾ സാധിക്കുന്നില്ല. കാരണം ഒരു കുട്ടി മാത്രമാണ് ഈ ലോറി പാഞ്ഞു വരുന്നത് കണ്ട് പെട്ടെന്ന് അവിടെ നിന്ന് ഓടി മാറിയത്. അതുകൊണ്ട് തന്നെ ആ കുട്ടിക്ക് വലിയ പരിക്കുകളൊന്നും ഇല്ലാതെ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു എന്നാണ് ലഭിക്കുന്ന വിവരം. കൂടാതെ ഡ്രൈവർ മദ്യപിച്ചിട്ടുണ്ടോ എന്നടക്കമുള്ള ഒരു വിശദമായ പരിശോധനയിലേക്ക് പോലീസ് കടക്കുന്നുണ്ട്. കാരണം നിലവിൽ ഇപ്പോൾ ഡ്രൈവറിനെ പരിക്കേറ്റിട്ടുണ്ട്. ഡ്രൈവർ ഇപ്പോൾ പോലീസിന്റെ ഒരു നിരീക്ഷണത്തിലാണ്. പരിക്കെല്ലാം വിഹിതമായതിനു ശേഷം ഡ്രൈവറെ അറസ്റ്റ് ചെയ്ത് ഒരു നടപടികളിലേക്ക് പോകും എന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും ഒന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, നിയമം ലംഘിച്ചുകൊണ്ടാണ് ഈ ലോറി ഡ്രൈവർ വന്നത്. അമിത വേഗത്തിലേക്ക് വരുന്നു. കൂടാതെ ഈ സ്കൂൾ സമയങ്ങളിൽ രാവിലെ 7 മണി മുതൽ 9 മണി വരെ ഈ ടിപ്പർ ലോറി ഉൾപ്പെടെയുള്ള ഭാരമേറിയ വാഹനങ്ങൾ നിരത്തിലൂടെ ഓടാൻ പാടില്ല എന്നൊരു കർശനമായ ഒരു നിയമം സർക്കാർ നടപ്പിലാക്കിയിരുന്നു. അങ്ങനെ ഒരു ഉത്തരവുണ്ടായിരുന്നു. ആ ഉത്തരവ് എല്ലാം ലംഘിക്കുന്ന തരത്തിലേക്ക് ലോറിയുടെ ഒരു അമിത വേഗത്തിലുള്ള ഒരു യാത്ര, ആ ഒരു യാത്രയാണ് ഇപ്പോൾ കുട്ടികളുടെയും അടക്കം മുതിർന്നവരുടെ ജീവൻ എടുക്കുന്ന ഒരു രീതിയിലേക്ക്
രീതിയിലേക്ക് കാര്യങ്ങൾ പോയത്. എന്തായാലും കൂടുതൽ ഡീറ്റെയിലുകൾ വരും മണിക്കൂറുകൾ മാത്രമേ ഒരു വിശദമായ ഒരു ഡീറ്റെയിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ എന്നാണ് ലഭിക്കുന്ന സൂചനകൾ.